ഓർക്കുമ്പോ ഞാൻ നടുങ്ങുക. എനിക്കെന്റെ ലോകം ഇല്ലാതായതുപോലെയാ. അച്ഛ സമാധാനപ്പെട്. അതൊക്കെ തൽക്കാലത്തേക്കെങ്കിലും മനസ്സിൽ നിന്നൊന്നും മറക്കാൻ ശ്രമിക്കും. ഒന്നും മറക്കാൻ പറ്റില്ല. പ്രതാപവർമ്മയുടെയും അയാളുടെ സഹോദരിയായ അയാൾക്ക് പകരം വന്ന മന്ത്രിയായ അംബികാവർമ്മയുടെയും അഴിമതിയും സ്വജനപക്ഷപാതവും സഹിക്കവയ്യാതെയാണ് ഞങ്ങൾ ഈ കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയത്. വർമ്മയ്ക്കെതിരെയുള്ള പ്രതിഷേധം ഈ സ്റ്റേറ്റ് മുഴുവൻ അലയടിക്കുകയാണ്. അഴിമതി വീരനായ പ്രതാപവർമ്മയെയും കിട്ടിയ തക്കത്തിന് കോടികളുടെ അഴിമതി കാണിച്ച അയാളുടെ പെങ്ങൾ അംബികയെയും പാർട്ടിയിൽ നിന്നും ഡിസ്മിസ് ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ പാർട്ടി പ്രവർത്തകർ ഇവിടെ നിൽക്കുന്നത്. ചോദ്യ പേപ്പർ ചോർത്തിയ കേസിൽ അംബികാവർമ്മ നടത്തിയത് കോടികളുടെ അഴിമതിയാണ്. അംബികയുടെ കേസ് വർമ്മ സ്വയം ഏറ്റെടുത്തത് അയാളുടെ ഇരട്ടത്താപ്പാണ്. ഞാൻ ഈ കാര്യം വർമ്മയോട് സംസാരിച്ചു നോക്കി. എത്ര പൈശാചികവും ക്രൂരവുമാണ് അയാളുടെ സമീപനമെന്ന് ഞാൻ നോക്കുക. അവന് മുഖ്യമന്ത്രി സ്ഥാനവും കോടികളും കൈക്കൂലി തന്നാലേ അയാള് അംബികയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സമ്മതിക്കുള്ളൂ എന്ന് അയാൾ പറഞ്ഞു. ഹലോ, ഞാനാടോ സദാശിവൻ. സാർ ഇതൊക്കെ കേട്ടില്ലേ? ഞാനും കേട്ടോണ്ടിരിക്കുക. ഇതൊക്കെ ചതിയ വർമ്മേ. അനന്തപിള്ള കോടികൾ എറിഞ്ഞുകൊണ്ടുള്ള കുതിര കച്ചവടം നടത്തുന്നത്. എടുത്തിയാടി താൻ ഒരു തീരുമാനം എടുക്കരുത്. തൽക്കാലം താൻ സംയമനം പാലിക്കണം. ഇങ്ങോട്ട് അമ്മൊന്ന് സമാധാനപ്പെടമേ. എടാ, ഞാൻ എങ്ങനെ സമാധാനപ്പെടും? ആ വൃത്തികെട്ടവൻ കാണിച്ചതേ എന്തൊരു ചതിയാ. വിശ്വാസവഞ്ചനയല്ലേ അവൻ കാണിച്ചേ. ദൈവമേ, അയാൾ ഈ കളിയൊക്കെ കളിക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ. അത് ഞാനും അനന്തനങ്ങളും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അല്ലേ. പക്ഷെ അമ്മ ഇടഞ്ഞാലും പ്രശ്നമാവും. എന്ത് ചെയ്യും? എടാ, നീ എന്താടാ ആലോചിക്കുന്നേ? നീ വണ്ടി എടുത്തേ, അയാളോട് ചോദിച്ചിട്ട് എന്നെ കാര്യം. അമ്മേ, നീ മാറിയേ. അമ്മേ, പറയുന്നതൊക്കെ പോണ്ടെന്നല്ലേ പറഞ്ഞേ. അങ്കിള് കാണിക്കുന്നതിലൊക്കെ എന്തെങ്കിലും രാഷ്ട്രീയ തന്ത്രം കാണും. എടാ, എന്ത് രാഷ്ട്രീയ തന്ത്രം? അയാളെ പ്രസ് മീറ്റിൽ വന്ന് വിളിച്ചു പറഞ്ഞതൊക്കെ നീ കേട്ടില്ലേ? കേട്ടു. പക്ഷെ നമ്മൾ ഇരച്ചു കെട്ടി ഇപ്പൊ അങ്ങോട്ട് പോണ്ടെന്നാ എന്റെ അഭിപ്രായം. പോണം. ഇതൊന്നുമേ വച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. ഇതൊക്കെ ചതിയാ. ഇതിനെ പറ്റി എനിക്ക് ചോദിച്ചേ പറ്റൂ. അമ്മേ, ചോദിക്കാം. അമ്മ ഒരല്പം വെയിറ്റ് ചെയ്യ്. എനിക്ക് വേണ്ടിയെങ്കിലും പ്ലീസ്. ഇതാണോ മറ്റേക്കാരെ ആദർശം? ഇതായിരുന്നോ പ്രത്യയശാസ്ത്രം? സാറേ, കെട്ടുകണക്കിന് നോട്ട് കാണുമ്പോ കണ്ണുകൾ മഞ്ഞളിച്ച് കാല് മാറുന്നതാണോ ഒരാളുടെ വ്യക്തിത്വം? നിർത്തടാ. ഇത്രയും നാൾ തന്നെയൊക്കെ വിശ്വസിച്ച അണികളെയും അനുയായികളൊക്കെ താൻ വഞ്ചിക്കുകയല്ലേ ചെയ്തത്? എടോ, രാഷ്ട്രസേവനം, പൊതുജന സേവനം, സാമൂഹിക പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് ഇത്രയും നാളും ജനങ്ങളെ പറ്റിക്കലായിരുന്നോ? അനന്തപിള്ള ചാക്കണക്കിന് നോട്ട് തരാന്ന് പറഞ്ഞ താൻ വേറെ പലതും ചെയ്യലോ? തനിക്കൊക്കെ നാണമില്ലടോ? പോയി സൂയിസൈഡ് ചെയ്യടോ, ഇഡിയറ്റ്. ഞങ്ങളെല്ലാവരും കൂടി വെയിലും മഴയും കൊണ്ട് ഒത്തിരി ത്യാഗം സഹിച്ച് കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനോ അതാ ലോകദ്രോഹി ഒറ്റ ഒരുത്തൻ തകർത്ത് കളഞ്ഞില്ലേ? അച്ഛൻ ടെൻഷൻ ആവല്ലേ? അച്ഛന് സുഖമില്ലാത്തതാ. സർ, ഒന്ന് സമാധാനപ്പെടുക. ഞാൻ എങ്ങനെ സമാധാനപ്പെടും രാജു? മഹാദേവ വർമ്മ സാറിന്റെയോ എന്റെയോ പൊൻകുന്നം സദാശിവൻ സാറിന്റെയോ ത്യാഗോജ്ജലമായ പ്രവർത്തനം കൊണ്ട് ഉണ്ടായതല്ല ഈ പാർട്ടി. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷയാ, പ്രത്യാശയാ, അവരുടെ ഏക ആലംബമാണ്.
വിയർക്കുന്നവന്റെയും വിശക്കുന്നവന്റെയും കണ്ണീരൊഴുക്കുന്നവരുടെയും അനാഥരുടെയും ആലംബഹീനരുടെയും ആശ്രയ കേന്ദ്രം. അതല്ലേ അവർ തകർത്ത് കളഞ്ഞത്? ആ ഫ്രോഡ് അനന്തപിള്ള ഒറ്റ നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞത് ഒരു വലിയ പ്രസ്ഥാനത്തെയാ. അവന്റെ ദുഷിച്ച നാവ് കൊണ്ടും പിഴച്ച പണം കൊണ്ടും അവൻ താറുമാറാക്കിയത് വർഷങ്ങളുടെ ചരിത്രമുള്ള ഒരു വലിയ ആദർശ സംഹിതയാണ്. ആ പ്രസ്ഥാനത്തിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെയാ അവൻ കത്തിച്ച് കരിച്ചളഞ്ഞത്. അച്ഛൻ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ പ്ലീസ്. അച്ഛന് BP കൂടും. കൂടട്ടെ, ചെറിയ കാര്യമല്ല എന്റെ ജീവിതത്തിൽ ഇപ്പൊ നടന്നത്. എന്റെയും ഞങ്ങളുടെയും എല്ലാവരുടെയും അധ്വാനത്തെയാ അവൻ നോട്ടുകെട്ടുകൾ ഇറക്കി നശിപ്പിച്ചു കളഞ്ഞത്. സർ, സാറ് തൽക്കാലം ഇതൊന്നും മറക്കാൻ ശ്രമിക്കുക. പറ്റില്ല രാജു, എനിക്കതിന് പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രപഞ്ചോ തകർന്നത്. എന്റെ ജീവശ്വാസമായിരുന്നു എനിക്കെന്റെ പാർട്ടി. അതെനിക്ക് എന്റെ പ്രാണനേക്കാൾ വലുതായിരുന്നു. അറിയാം സർ. ഞാൻ കിടന്നു പോയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. അതെങ്ങനെയാ? അച്ഛനെ ചിലരൊക്കെ ചേർന്ന് കട്ടിലിൽ കിടത്തിയതല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ ഇതൊക്കെ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നെന്ന്? സാറ് വീണതിന് ശേഷം ആനന്ദം പിള്ള തന്ത്രപൂർവ്വം ഇതെല്ലാം ചെയ്ത്. എനിക്ക് പകരക്കാരനായ ഒരു അമരക്കാരൻ ഈ പ്രസ്ഥാനത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. സാറിനോട് നേരിട്ട് എതിരിടാൻ ആ ആനന്ദം പിള്ളയ്ക്ക് പേടിയായിരുന്നു. അയാൾ കാശിറക്കി ഈ വൃത്തികെട്ട കളി കളിച്ചത് അതാ. അയാളെ മാത്രം എന്തിനാ കുറ്റം പറയുന്നത്? കാശ് വെച്ച് നീട്ടിയപ്പോ അത് വാങ്ങിയവന്മാരും നല്ലവന്മാരൊന്നും അല്ലല്ലോ. ഓർക്കുമ്പോ ഞാൻ നടുങ്ങുക. എനിക്കെന്റെ ലോകം ഇല്ലാതായതുപോലെയാ. അച്ഛ, സമാധാനപ്പെട്. അതൊക്കെ തൽക്കാലത്തേക്കെങ്കിലും മനസ്സിൽ നിന്നൊന്ന് മറക്കാൻ ശ്രമിക്കുക. ഒന്നും മറക്കാൻ പറ്റില്ല. നിങ്ങൾ ചെല്ല്, എനിക്ക് ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കണം. അച്ഛാ. നിങ്ങൾ ചെല്ല്. നിക്ക്. എന്താടി? ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. പാർട്ടി പിളർക്കാൻ കൂട്ടുനിന്നതിന് നിങ്ങൾക്ക് എത്ര ഒറ്റുകാശ് കിട്ടി? പാർട്ടി പിളർത്താൻ ഞാൻ കൂട്ടുന്നോ? നിനക്കെന്നടി ഭ്രാന്തുണ്ടോ? ഭ്രാന്ത് എനിക്കല്ല, നിങ്ങൾക്കാ. എന്റെ അച്ഛനെയും ഞങ്ങളെയൊക്കെ തകർക്കാനുള്ള ഭ്രാന്ത്. മാറടി വഴീന്ന്, എനിക്ക് വേറെ പണിയുണ്ട്. അങ്ങനെ പോവണ്ട. ഇതിന് മറുപടി പറഞ്ഞിട്ടേ നിങ്ങളെ ഞാൻ ഇവിടുന്ന് വിടും. ദേ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, പക മനസ്സിൽ മാത്രം വെച്ചേക്കണം. അതും കൊണ്ട് എന്റെ നേരെ വരണ്ട. പാർട്ടി പിളർത്താൻ ആനന്ദപിള്ള ചാക്കി കെട്ടിയ കാശ് കൊണ്ടുവന്ന് തന്നത്.